പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറു ചൂടോടുകൂടി കഴിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കട്ട്ലറ്റ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് പനീർ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള മസാലയും വെജിറ്റബിൾസും തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി സവാള വെന്ത് സോഫ്റ്റായി കിട്ടണം. കളറ് മാറേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 2-3 മിനിറ്റ് എടുക്കും ഇതായി വരാൻ. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ 1 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും കളർ കിട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണുള്ളത്, 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അതിനായി അളവ് കപ്പിന് 1/2 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്. ഇത് അളന്ന് നോക്കിയപ്പോൾ 1/3 കപ്പ് ഉണ്ട് കേട്ടോ. ഇവയെല്ലാം കൂടി വഴറ്റിയെടുക്കണം. ഈ സമയത്തും തീ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇത് ഏകദേശം 2 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. ഒത്തിരി വെന്ത് പോകണ്ട, നന്നായി വാടി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ തന്നെ മറ്റ് കട്ട്ലറ്റുകളുടെ റെസിപ്പി വീഡിയോസും ഈ ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അവസാനമായി ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർക്കണം. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 300 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്ത പനീർ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പനീർ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അതൊരു സാധാ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അടുത്തതായി 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കണം. എക്സ്ട്രാ മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ വലിഞ്ഞു കിട്ടുന്നതിന് ഇത് സഹായിക്കും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചും കൂടി ഒന്ന് അമർത്തി കുഴച്ചെടുക്കണം. ഇതുപോലുള്ള പല സ്നാക്സ് ഐറ്റത്തിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ സാൻഡ്വിച്ചസും കുക്കീസും കപ്പ് കേക്ക്സും ഒക്കെ ഉണ്ട്. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് മുക്കാൻ ആവശ്യമായിട്ടുള്ള സ്ലറി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു ചെറിയ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 4 ടീസ്പൂൺ കോൺഫ്ലോർ, അളവ് കപ്പിന് 1/2 കപ്പ് വെള്ളം ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചിട്ട് കൊടുക്കണം.
ഈ സ്ലറി ഒത്തിരി തിക്കാകാനും പാടില്ല, അതുപോലെ തന്നെ ഒത്തിരി ലൂസാകാനും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കണം. കൈ നിറയെ മിക്സ് എടുത്തതിന് ശേഷം അമർത്തിക്കൊണ്ട് ഉരുട്ടിയെടുക്കാം. വലിപ്പമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കൈക്ക് അമർത്തി പരത്തിയെടുക്കണം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്ലറിയിലൊന്ന് മുക്കിയെടുക്കണം. മുക്കുന്നതിന് മുൻപ് സ്ലറി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിനി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇതിനായി ബ്രെഡ് ക്രംസ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് തരി കൂടുതലായതുകൊണ്ട് ഞാൻ മിക്സിയിൽ 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വറക്കാനായി മാറ്റാം. അതിന് ഞാനിവിടെ കട്ട്ലറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലറ്റുകൾ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 4 എണ്ണം വെച്ചാണ് വറുത്തെടുക്കുന്നത്. എനിക്കിവിടെ ഈ മിക്സിൽ നിന്ന് ഈ സൈസിൽ 15 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 45 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാട്ടോ. ഇങ്ങനെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. നമ്മുടെ ഈ കട്ട്ലറ്റിൻ്റെ പുറം ഭാഗം ക്രിസ്പിയും അകംഭാഗം സോഫ്റ്റുമാണ്. ഒരെണ്ണം മുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.